ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ ഫെബ്രുവരി മാസം 7-ാം തീയതി നമ്മുടെ മെഗാസ്റ്റാറിന്റെ ചരിത്ര സിനിമ ഒരു വടക്കൻ വീരഗാഥ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരുന്നല്ലോ. 4K റീമാസ്റ്റർ ചെയ്ത സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ ഡീറ്റെയിൽ കളക്ഷൻ എല്ലാം തന്നെ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ഒരു വടക്കൻ വീരഗാഥയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാനലിൽ വന്ന മുൻ കളക്ഷൻ വീഡിയോകളിൽ അപ്ഡേറ്റ് ചെയ്തതുപോലെ തന്നെ മറ്റ് മമ്മൂട്ടിയുടെ റിലീസ് സിനിമകൾ വെച്ച് നോക്കുമ്പോൾ വളരെ മികച്ച റിലീസ് കളക്ഷൻ ഒരു വടക്കൻ വീരഗാഥ നേടിയെടുത്തിരിക്കുകയാണ്. ട്രാക്കിംഗ് കളക്ഷൻ ഒപ്പം തന്നെ ബുക്ക് മൈ ഷോ ട്രെൻഡിംഗ് ഒന്നും തന്നെ സിനിമയുടെ കാര്യത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ പോലും ഇപ്പോഴത്തെ സിനിമയുടെ കേരള ഫൈനൽ ഗ്രോസ് 1,06,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന് കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും 10 ലക്ഷം ഗ്രോസ് കളക്ഷൻ വന്നിരിക്കുകയാണ്. അങ്ങനെ സിനിമയുടെ ആകെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ മാത്രം 1,16,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. ഇനി ഓവർസീസ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ $43,000 ആണ് സിനിമയുടെ ഓവർസീസ് കളക്ഷൻ, അതായത് 37 ലക്ഷം രൂപ. അങ്ങനെ സിനിമയുടെ ആകെ വേൾഡ് വൈഡ് ഗ്രോസ് 1,53,00,000 രൂപയാണ്. അപ്പോൾ ഒരു വടക്കൻ വീരഗാഥയുടെ ഫൈനൽ കളക്ഷനും ലഭ്യമായിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മറ്റ് മമ്മൂട്ടിയുടെ റിലീസ് സിനിമകൾ വെച്ച് നോക്കുമ്പോൾ മെഗാസ്റ്റാർ തന്നെ അഭിമുഖം നൽകിയ ഒപ്പം തന്നെ പ്രൊമോഷൻസിന് വേണ്ടി രംഗത്തിറങ്ങിയ സിനിമ കൂടിയാണ്. അപ്പോൾ അതിനൊത്ത സിനിമ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ മെഗാസ്റ്റാറിനെ സംബന്ധിച്ച ഈ കളക്ഷൻ ആശ്വാസം തന്നെയാണ് മറ്റു സിനിമകളുടെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ. എന്നാൽ അതേസമയം ചിത്രം വിജയിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പ്രേക്ഷകരെ അറിയിച്ചുകൊള്ളട്ടെ. നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ 4K റിലീസ് സിനിമ സ്ഫടികത്തിന് മുന്നേ വർക്കുകൾ ആരംഭിക്കപ്പെട്ട സിനിമ കൂടിയാണ് ഒരു വടക്കൻ വീരഗാഥ. പ്രിന്റ് ആൻഡ് പബ്ലിസിറ്റി അടക്കമുള്ള സിനിമയുടെ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ ഈ മാസ്റ്റർ പീസ് ചരിത്ര സിനിമയുടെ ബഡ്ജറ്റ് ഫിഗേഴ്സിലേക്ക് നിലവിലെ കളക്ഷൻ വേൾഡ് വൈഡ് കളക്ഷൻ എത്തപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. എന്തായാലും കാത്തിരിക്കൂ ഇതുപോലുള്ള കൂടുതൽ സിനിമകളുടെ കളക്ഷനായിട്ട്.